അക്കൗണ്ടൻസിയിലെ ബ്രാഞ്ച് അക്കൗണ്ടിങ്ങിലെ രണ്ടാമത്തെ ഒരു കണക്കാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ക്വസ്റ്റ്യൻ വായിക്കാം. മനീഷ ആയുർവേദ ട്രിവാൻഡ്രം ഹാസ് എ ബ്രാഞ്ച് അറ്റ് അയൂർ ടു വിച്ച് ഗുഡ്സ് ആർ സെൻഡ് അറ്റ് കോസ്റ്റ്. മനീഷ ആയുർവേദ ട്രിവാൻഡ്രത്തിൽ അയൂരിൽ ഒരു ബ്രാഞ്ച് ഉണ്ട്. ആ ബ്രാഞ്ചിലേക്ക് ഹെഡ് ഓഫീസിൽ നിന്ന്, മനീഷയുടെ ഹെഡ് ഓഫീസിൽ നിന്ന് ഗുഡ്സ് അയക്കുന്നത് കോസ്റ്റ് പ്രൈസിലാണ് എന്നാണ് ആദ്യത്തെ വരി. ദ ബ്രാഞ്ച് ഈസ് ഓതറൈസ്ഡ് ടു സെൽ ഗുഡ്സ് ഫോർ ക്യാഷ് ഓൺലി. റെഡി ക്യാഷ് സെയിൽ മാത്രമാണ് ബ്രാഞ്ചിൽ നടത്താൻ പാടുള്ളൂ എന്നുള്ളതാണ് ഈ കമ്പനിയുടെ തീരുമാനം. ഓൾ എക്സ്പെൻസസ് അറ്റ് ബ്രാഞ്ച് ആർ പെയ്ഡ് ബൈ ഹെഡ് ഓഫീസ്. ബ്രാഞ്ചിന്റെ ചെലവെല്ലാം ഹെഡ് ഓഫീസാണ് മീറ്റ് ചെയ്യുന്നത്. ആൻഡ് ഓൾ എമൗണ്ട് കളക്റ്റഡ് ഫ്രം സെയിൽസ് ആർ ഡെയിലി ഡെപ്പോസിറ്റഡ് ഇൻ ടു ദ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺഡ് ഇൻ ദ നെയിം ഓഫ് ദ ഹെഡ് ഓഫീസ്. അന്നന്നത്തെ കച്ചവടത്തിന്റെ പൈസ ഹെഡ് ഓഫീസിന്റെ അക്കൗണ്ടിലേക്ക് അന്നന്ന് തന്നെ അടക്കുന്ന ഏർപ്പാടാണ് ഈ ബ്രാഞ്ച്, അയൂർ ബ്രാഞ്ച് ചെയ്യേണ്ടത്. ഫ്രം ദ ഫോളോയിങ് പർട്ടിക്കുലേഴ്സ് പ്രിപ്പയർ ദ ബ്രാഞ്ച് അക്കൗണ്ട് ആസ് വെൽ ആസ് ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട്. ഈ തന്നിരിക്കുന്ന വിവരം വെച്ചിട്ട് നമുക്ക് രണ്ട് അക്കൗണ്ടുകൾ പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ബ്രാഞ്ച് അക്കൗണ്ടും ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ടും 2014 കണക്കനുസരിച്ച് തയ്യാറാക്കണം. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയാണിത് ചെയ്യുക എന്ന്. ഓക്കെ, നമുക്ക് ഇതാണ് ബ്രാഞ്ച് അക്കൗണ്ട്. ഇതുപോലെ തന്നെ നിങ്ങൾ വരയ്ക്കുക. അയൂർ ബ്രാഞ്ച് അക്കൗണ്ടിൽ ഹെഡിങ് കൊടുക്കുക. ബ്രാഞ്ച് അക്കൗണ്ട് സാധാരണ അക്കൗണ്ട് വരയ്ക്കുന്ന അതേ രീതി തന്നെ ഡേറ്റ് കോളം, പർട്ടിക്കുലേഴ്സ് കോളം, എമൗണ്ട് കോളം, ഡെബിറ്റ് എമൗണ്ട് കോളം, ദെൻ പിന്നെയും ക്രെഡിറ്റ് സൈഡിലേക്ക് അവിടെയും ഒരു ഡേറ്റ് കോളം, പർട്ടിക്കുലേഴ്സ് കോളം, ക്രെഡിറ്റ് എമൗണ്ട് കോളം, ഈ രീതിയിൽ വരയ്ക്കുക. ഹെഡിങ് എഴുതേണ്ടത് അയൂർ ബ്രാഞ്ച് അക്കൗണ്ട് എന്നാണ്. മനീഷ എന്ന കമ്പനിയാണ്, പക്ഷെ അവർക്ക് അയൂർ എന്ന സ്ഥലത്ത് ഒരു ബ്രാഞ്ച് ഉണ്ട്. അപ്പോൾ അവിടുത്തെ ബ്രാഞ്ചിൻ്റെ മാത്രം കണക്കാണ്. അവർക്ക് ഡൽഹിയിൽ ഒരു ബ്രാഞ്ച് ഉണ്ടെങ്കിൽ അതിന് വേറൊരു അക്കൗണ്ട് ഉണ്ടാക്കണം, ഡൽഹി ബ്രാഞ്ച് അക്കൗണ്ട് എന്ന് പറഞ്ഞു. എന്തായാലും ഇത് നമ്മളിപ്പോൾ തൽക്കാലം അയൂർ ബ്രാഞ്ച് അക്കൗണ്ട് മാത്രം എഴുതാനാണ് അക്കൗണ്ടൻ്റായ നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ വർഷവും കൂടി എഴുതുക. ഫോർ ദ ഇയർ എൻഡഡ് 31 ഡിസംബർ 2014. ഡെബിറ്റ് സൈഡ്, ക്രെഡിറ്റ് സൈഡ് എഴുതിയിരിക്കുന്നു. ആദ്യം തന്നെ എന്താണ് എഴുതേണ്ടത്? ഒരു കണക്ക് ചെയ്യാനിരിക്കുന്ന കുട്ടിയുടെ മനസ്സിലേക്ക് ഞാൻ ഈ അക്കൗണ്ട് വരച്ച് തയ്യാറാക്കി. ഇനി ഇവിടെ ആദ്യം ഞാൻ എന്ത് എഴുതണം? എന്തായാലും ജനുവരി 1-ാം തീയതി കണക്കാണല്ലോ ആദ്യം എഴുതേണ്ടത്. തീർച്ചയായും 2014 ജനുവരി 1 ഡേറ്റ് കൊടുത്തിട്ട് എഴുതുന്നു. അപ്പോൾ ചോദിക്കും, അത് ഡെബിറ്റ് സൈഡിലാണോ എഴുതേണ്ടത്? തീർച്ചയായും അതെ. കാരണം ഇവിടെ ഡെബിറ്റ് സൈഡിൽ എല്ലാ ബ്രാഞ്ചിന്റെ ചെലവ് ഇനങ്ങളും അതുപോലെ തന്നെ ക്രെഡിറ്റ് സൈഡിലെ എല്ലാ വരുമാന ഇനങ്ങളുമാണ് എഴുതേണ്ടത്. ഇതാദ്യം മനസ്സിന് പറഞ്ഞുറപ്പിക്കുക. ബ്രാഞ്ച് അക്കൗണ്ട് വരയ്ക്കുമ്പോൾ, തയ്യാറാക്കുമ്പോൾ ബ്രാഞ്ച് അക്കൗണ്ടിന്റെ ഇടതുവശം, ഈ കാണുന്ന വശമാണ് ഇടതുവശം, ഡെബിറ്റ് സൈഡ്. ഡെബിറ്റ് സൈഡിൽ എല്ലാ ചെലവുകളും അതുപോലെ തന്നെ ക്രെഡിറ്റ് സൈഡിൽ എല്ലാ വരുമാനങ്ങളും ആണ് എഴുതേണ്ടത്. ഇനി എപ്പോഴും ഓർമ്മിക്കുക, ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ബ്രാഞ്ചിന്റെ സ്റ്റോക്കിന് ഓപ്പണിംഗ് ഡേറ്റിൽ ഉള്ള ബാലൻസിനെയാണ് ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് അതൊക്കെ ബാലൻസ് ബ്രോഡ് ഡൗൺ എന്ന രീതിയിൽ ആദ്യം എഴുതി 2 കുത്തിട്ടതിന് ശേഷം ഓപ്പണിംഗ് സ്റ്റോക്കുകളായിട്ടുള്ള സാധനങ്ങൾ, അസറ്റ്സ്, ഓപ്പണിംഗ് അസറ്റ്സ് എഴുതുക. ഇവിടെ നോക്കുക, 3 ഓപ്പണിംഗ് അസറ്റ്സ് ഉണ്ട്. ബ്രാഞ്ച് സ്റ്റോക്ക് എന്നത് ഒരു ഓപ്പണിംഗ് അസറ്റ് ആണ്. ബ്രാഞ്ച് പെറ്റി ക്യാഷ് എന്ന ഒരു ഓപ്പണിംഗ് അസറ്റ് ഉണ്ട്. ബ്രാഞ്ച് ഫർണിച്ചർ എന്ന ഒരു ഓപ്പണിംഗ് അസറ്റ് ഉണ്ട്. ഇത് 3ഉം ആദ്യം തന്നെ എഴുതുക. ഓക്കെ, അപ്പോൾ ഇനി ഒരു കാര്യം പറയാം. ചില കണക്കുകളിൽ ഈ 3 ഐറ്റം കൂടി ഉണ്ടാവണം എന്നില്ല. ചില കണക്കുകളിൽ ബ്രാഞ്ച് സ്റ്റോക്ക് എന്ന അതിന്റെ ഓപ്പണിംഗ് ബാലൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ബ്രാഞ്ച് പെറ്റി ക്യാഷ് എന്നൊരു ഐറ്റം ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടാവണം എന്നില്ല. ചില കണക്കുകളിൽ ബ്രാഞ്ച് ഫർണിച്ചർ എന്നൊരു ഐറ്റം ഉണ്ടാവണം എന്നില്ല. ഇനി മറ്റൊരു കാര്യം കൂടി പറയാം. ആദ്യമായിട്ട് ഈ വർഷം ബ്രാഞ്ച് ഓപ്പൺ ചെയ്തൊക്കെ ആണെങ്കിൽ അവിടെ ഒന്നിന്റെയും ഒരു അസറ്റിന്റെയും ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടാവില്ല. കാരണം അവർ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. കഴിഞ്ഞ വർഷം ബാക്കിയിരിക്കുന്നതാണല്ലോ ഈ വർഷം ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടാവാനിടയുള്ളത്. ഇപ്പൊ കഴിഞ്ഞ വർഷം എന്ന് പറഞ്ഞ ഒരു വർഷമില്ല. അവർ ആദ്യമായിട്ട് തുടങ്ങിയ വർഷമാണെങ്കിൽ ഒരിക്കലും അങ്ങനെയുള്ള കണക്കുകളിൽ ഓപ്പണിംഗ് അസറ്റ്സ് ഉണ്ടാവില്ല. അപ്പോൾ ഓപ്പണിംഗ് അസറ്റ്സ് ഇല്ലാത്ത ക്വസ്റ്റ്യൻ വന്നാൽ എന്തേ ഓപ്പണിംഗ് അസറ്റ്സ് കാണാത്തത് എന്നോർത്ത് ആശങ്കപ്പെടേണ്ട. ഇനി ബ്രാഞ്ച് സ്റ്റോക്ക് എത്രയാണ്? ക്വസ്റ്റ്യൻ നോക്കി നമ്മൾ എഴുതുന്നു 11,000. ഓക്കെ, ബ്രാഞ്ച് സ്റ്റോക്ക് ക്വസ്റ്റ്യനിൽ അതേപടി ഉണ്ട്, ബ്രാഞ്ച് സ്റ്റോക്ക് 11,000 എന്ന്. അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് ബ്രാഞ്ചിന്റെ രണ്ടാമത്തെ ഒരു അസറ്റ് ആണ് ബ്രാഞ്ച് പെറ്റി ക്യാഷ്. അതായത് മെയിൻ ക്യാഷ്യർ അല്ലാണ്ട് പെറ്റി ക്യാഷ്യറുടെ കയ്യിൽ കുറച്ച് പൈസ കൊടുത്തിട്ടുണ്ടാകും ചില്ലറ ചെലവുകൾ നേരിടാൻ വേണ്ടി. അതിനെയാണ് പെറ്റി ക്യാഷ് എമൗണ്ട് എന്ന് പറയുന്നത്. അത് ആ പൈസ എന്തായാലും ക്യാഷ് എന്തായാലും ഒരു അസറ്റ് ആണല്ലോ. സോ ബ്രാഞ്ച് പെറ്റി ക്യാഷ് എന്ന് എഴുതുന്നു. ദെൻ ബ്രാഞ്ച് ഫർണിച്ചർ, അതായത് കഴിഞ്ഞ വർഷത്തെ ഫർണിച്ചറിന്റെ ക്ലോസിംഗ് ബാലൻസ് ഈ വർഷം ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് കയറും. അത് എത്രയാണ്? 6,000. ഇങ്ങനെ ഓപ്പണിംഗ് അസറ്റ്സ് ഇവിടെ എഴുതുക. എവിടെ? ബ്രാഞ്ച് അക്കൗണ്ട് എഴുതിയിട്ട് ആദ്യം തന്നെ ടു ബാലൻസ് ബ്രോഡ് ഡൗൺ എഴുതിയിട്ട് ഓപ്പണിംഗ് അസറ്റ്സ് എഴുതി തീരുന്നു. ഓരോ അസറ്റിന്റെയും എമൗണ്ട് അതത് കോളത്തിൽ എഴുതുന്നു. ഓപ്പണിംഗ് അസറ്റ്സ് ഡെബിറ്റ് സൈഡിൽ ആദ്യം വരുമ്പോൾ ഓർത്തിരിക്കുക, എപ്പോഴും ഓർത്തിരിക്കുക, ഈ ഫോർമാറ്റ് അങ്ങനെ തന്നെ പഠിക്കാൻ. ജേണൽ എൻട്രി പഠിക്കുന്നതിനേക്കാൾ എളുപ്പം ഫോർമാറ്റ് പഠിക്കുന്നതാണ്. ഫോർമാറ്റ് പഠിച്ചിട്ട് ജേണൽ എൻട്രി പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഫോർമാറ്റ് പഠിച്ചിട്ട് ഫോർമാറ്റിൽ നിന്ന് ജേണൽ എൻട്രി ഓർത്തെടുക്കാൻ സാധിക്കും. എങ്ങനെയാണ് ഇതിന്റെ ജേണൽ എൻട്രി ഒന്ന് പറഞ്ഞു നോക്കിയേ.
ഇതാണ് ജേണൽ എൻട്രി. അയ്യൂർ ബ്രാഞ്ച് അക്കൗണ്ട് ഡെബിറ്റ് ടു ബ്രാഞ്ച് സ്റ്റോക്ക് ടു ബ്രാഞ്ച് പെറ്റി ക്യാഷ് ടു ബ്രാഞ്ച് ഫർണിച്ചർ. കണ്ടോ, എൻട്രി, ആദ്യത്തെ എൻട്രി കിട്ടിയില്ലേ? ബ്രാഞ്ച് അക്കൗണ്ടിൽ ആദ്യത്തെ എൻട്രി കിട്ടി. ഇത് എൻട്രി ആയിട്ട് ബൈ ഹാർട്ട് പഠിക്കാൻ പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ചിലപ്പോൾ പരീക്ഷയ്ക്ക് എൻട്രി ചോദിക്കും. അപ്പോൾ അക്കൗണ്ട് വരച്ചിട്ട് അക്കൗണ്ടിനെ മനസ്സിൽ കണ്ടിട്ട് എൻട്രി ആലോചിച്ചാൽ ചിലപ്പോൾ എളുപ്പം കിട്ടിയെന്നിരിക്കും. ഓക്കെ, എൻട്രി ബൈ ഹാർട്ട് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവരെ കുറിച്ചാണ് ഞാൻ പറയാം. ഇനി ഈ ഓപ്പണിംഗ് അസറ്റ്സ് ഇവിടെയാണെങ്കിൽ, ഡെബിറ്റ് സൈഡിൽ ആദ്യമാണെങ്കിൽ, ക്ലോസിംഗ് അസറ്റ്സ് എവിടെയായിരിക്കും? അത് ക്രെഡിറ്റ് സൈഡിൽ അവസാനമായിരിക്കും. ഉണ്ടോ? ക്ലോസിംഗ് അസറ്റ്സ് ക്ലോസിംഗ് ഡേറ്റിൽ ഡിസംബർ 31-ാം തീയതി ഉണ്ട്. ഇതാണ് ഡിസംബർ 31 ക്ലോസിംഗ് അസറ്റ്സ്. ഫർണിച്ചറും പെറ്റി ക്യാഷും മാത്രം ഇവിടെ കാണിച്ചിട്ടുള്ളൂ. ബ്രാഞ്ച് സ്റ്റോക്കും ഉണ്ട്. ബ്രാഞ്ച് സ്റ്റോക്ക്, ബ്രാഞ്ച് ഫർണിച്ചർ, ബ്രാഞ്ച് പെറ്റി ക്യാഷ്. ബ്രാഞ്ച് സ്റ്റോക്ക് ക്ലോസിംഗ് ഡേറ്റിലേത് 17,000, അതൊക്കെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. ബ്രാഞ്ച് ഫർണിച്ചർ ക്ലോസിംഗ് ഡേറ്റിലേത് 12,000. ബ്രാഞ്ച് പെറ്റി ക്യാഷ് ക്ലോസിംഗ് ഡേറ്റിലേത് 300. ഓക്കെ, അപ്പോൾ ബ്രാഞ്ച് പെറ്റി ക്യാഷ് നേരത്തെ ഓപ്പണിംഗ് ഡേറ്റിൽ 300 തന്നെയായിരുന്നു. ക്ലോസിംഗ് ഡേറ്റിലും അത് മാറ്റമൊന്നുമില്ല. ഫർണിച്ചർ നേരത്തെ 6,000 ആയിരുന്നത് ഇപ്പോഴും ഇതാ 12,000 ആയി. അതുപോലെ സ്റ്റോക്ക് 11,000 ഉണ്ടായിരുന്നത് പിന്നീട് ഇപ്പം ലാസ്റ്റ് ക്ലോസിംഗ് ഡേറ്റിൽ 17,000 ആയി. ഓക്കെ, ഇനി വേറൊരു കാര്യമുണ്ട്. ഫർണിച്ചർ നേരത്തെ 14 ഉണ്ടായിരുന്നതാണ്. ഓക്കെ, നമുക്ക് അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബ്രാഞ്ച് ഫർണിച്ചർ 6,000 ഉണ്ടായിരുന്നു. പിന്നെ ഒരു 8,000-ന്റെ ഫർണിച്ചർ മേടിച്ചായിട്ട് പറയണ്ട, 8, 6, 14 ഫർണിച്ചർ കണ്ട. ഓക്കെ, പക്ഷേ 2,000 രൂപ ചിലപ്പോൾ അതിൻ്റെ ഡിപ്രീസിയേഷൻ കഴിഞ്ഞിട്ടായിരിക്കണം 12,000-ന്റെ ഫർണിച്ചർ ഇപ്പോൾ ക്ലോസിംഗ് ഡേറ്റിൽ കാണിക്കുന്നുള്ളൂ. എന്തോ ആട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, ബ്രാഞ്ച് അക്കൗണ്ടിൽ ആദ്യം തന്നെ ഓപ്പണിംഗ് അസറ്റ്സ് എഴുതുന്നു, ഡെബിറ്റ് സൈഡിൽ ആദ്യം, ക്രെഡിറ്റ് സൈഡിൽ അവസാനം ക്ലോസിംഗ് അസറ്റ്സ് എഴുതുന്നു. ഇത്രയും കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ ക്വസ്റ്റ്യനിൽ ഉണ്ടോ എന്നുള്ള സംശയമാണ്. തീർച്ചയായിട്ടും ഇതെല്ലാം ക്വസ്റ്റ്യനിൽ ഉണ്ട് എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നോക്കുക, ഓപ്പണിംഗ് ഡേറ്റിൽ 1/1/2014 ബ്രാഞ്ച് സ്റ്റോക്ക് 11,000. ക്ലോസിംഗ് ഡേറ്റിലെ ബ്രാഞ്ച് സ്റ്റോക്ക് അറ്റ് ബ്രാഞ്ച് 31/12/2014. ഇതെന്താണ്? 17,000. അപ്പോൾ ഓപ്പണിംഗ് ഡേറ്റിലെ സ്റ്റോക്ക് 11,000-ഉം ക്ലോസിംഗ് ഡേറ്റിലെ സ്റ്റോക്ക് 17,000-ഉം എന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. പെറ്റി ക്യാഷിന്റെ ഓപ്പണിംഗ് ബാലൻസ് 300 ആണ്, ക്ലോസിംഗിൽ 300 ആണ് നമ്മൾ കണ്ടു. നോക്കാം, പെറ്റി ക്യാഷിന്റെ ക്ലോസിംഗ് ബാലൻസ്, പെറ്റി ക്യാഷിന്റെ ക്ലോസിംഗ് ബാലൻസ് അത് 300 തന്നെ. പെറ്റി ക്യാഷ് ഈസ് മെയിൻറ്റെയിൻഡ് അണ്ടർ ഇംപ്രസ്ഡ് സിസ്റ്റം എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ പെറ്റി ക്യാഷിന്റെ ക്ലോസിംഗ് ബാലൻസ് ഇവിടെ കാണാനില്ല. ചില കുട്ടികൾക്ക് സംശയം വരും. അപ്പോൾ അവരോടായിട്ട് പറയട്ടെ, ഇംപ്രസ്ഡ് സിസ്റ്റം എന്നൊരു വരി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? എല്ലായ്പ്പോഴും ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും സെയിം എമൗണ്ട് ആയിരിക്കും എന്നാണ് ഇംപ്രസ്ഡ് സിസ്റ്റം എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ 300 ഓപ്പണിംഗിൽ ഉണ്ടെങ്കിൽ ക്ലോസിംഗിന്റെ സമയത്ത് 300 തന്നെ ആയിരിക്കും. ഓക്കെ, ആ രീതിയിലായിരിക്കും. സോ ഡിപ്രീസിയേഷൻ ഇസ് ചാർജ്ഡ് ഓൺ ഫർണിച്ചർ. ഡിപ്രീസിയേഷൻ ഫർണിച്ചറിന് ചാർജ് ചെയ്യണം, 20% ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു 8, 6, 14,000 ആണ് ഫർണിച്ചറിന്റെ എമൗണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഫർണിച്ചറിന്റെ ഡിപ്രീസിയേഷൻ നമ്മൾ കണക്കാക്കണം. ഫർണിച്ചർ ഇവിടെ നോക്കൂ, ഓപ്പണിംഗ് ഡേറ്റിൽ 6,000-ന്റെ ഫർണിച്ചർ ഉണ്ട്. 6,000-ന്റെ 20% എത്രയാണ്? 6, 2, 12, 1,200 രൂപയാണ്. അപ്പോൾ 6,000-ൽ നിന്ന് 1,200 രൂപ മൈനസ് ചെയ്യുക, ബാക്കിയുള്ള ഫർണിച്ചറെ നമുക്ക് കാണുള്ളൂ അല്ലേ. ഇനി വേറെ ഒരു 8,000-ന്റെ ഫർണിച്ചർ മേടിച്ചല്ലോ, അത് വർഷത്തിന്റെ പകുതി ആയപ്പോഴാണ്. ഫസ്റ്റ് ജൂലൈ എന്ന് പറഞ്ഞാൽ പിന്നെ ഡിസംബർ 31 6 മാസമുള്ളൂ. അപ്പോൾ ഈ 8,000-ന്റെ ഫർണിച്ചറിന് 6 മാസത്തെ ഡിപ്രീസിയേഷൻ മാത്രം കൊടുക്കാൻ പാടുള്ളൂ. 8,000-ന്റെ ഒരു വർഷത്തെ ഡിപ്രീസിയേഷൻ എത്രയാണ്? 20% വെച്ച് നോക്കുമ്പോൾ 8,000-ന്റെ 20%, 8-ന്റെയും 2-ന്റെയും ആദ്യത്തെ സംഖ്യകൾ 8-ഉം 2-ഉം അല്ലേ, ഗുണിച്ച് നോക്കി 8, 2, 16, 1,600. 1,600 രൂപയാണ് ഒരു ഫുൾ ഇയർ ഡിപ്രീസിയേഷൻ. അപ്പോൾ 6 മാസത്തെ ഡിപ്രീസിയേഷൻ അതിന്റെ പകുതി ഉണ്ടാവുള്ളൂ. 1,600-ന്റെ പകുതി 800. കണ്ടോ? അപ്പോൾ ഈ ആദ്യത്തെ ഘട്ടത്തിൽ 6,000-ന്റെ ഫർണിച്ചറിന് ഡിപ്രീസിയേഷൻ 1,200, ഈ 8,000-ന്റെ ഫർണിച്ചറിന് 6 മാസത്തേക്ക് 800. അപ്പോൾ 1,200, 800 കൂടി കൂട്ടുമ്പോൾ മൊത്തം 2,000 രൂപ ഡിപ്രീസിയേഷൻ. അതുകൊണ്ടാണ് 8, 6, 14-ന്റെ ഫർണിച്ചർ ഉണ്ടായിരുന്നിട്ടും നമ്മൾ 2,000 രൂപ തേയ്മാന നഷ്ടം കഴിച്ചിട്ട് ബാക്കി നമ്മൾ എന്ത് ചെയ്യുന്നത്? ബാക്കി എമൗണ്ട് മാത്രമായിട്ട് നമ്മളിവിടെ ഡിപ്രീസിയേഷൻ കാണിച്ചത്. കണ്ടോ? 14,000-ൽ നിന്ന് ആ ഡിപ്രീസിയേഷൻ 2,000 കഴിച്ചിട്ട് ബാക്കിയുള്ളതാണ് ക്ലോസിംഗ് ഫർണിച്ചർ ബാലൻസ്. അപ്പോൾ ക്ലോസിംഗ് ഫർണിച്ചർ ബാലൻസ് ഡിപ്രീസിയേഷൻ കഴിച്ചിട്ട് എടുക്കണം. അതൊരു കാൽക്കുലേഷൻ ആയിട്ട് വന്നു ഈ കണക്കിൽ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി വേറെന്താ പറഞ്ഞിരിക്കുന്നത്? ഇതാ നോക്കൂ, ജൂലൈ 1-ാം തീയതി 8,000 രൂപയുടെ ഫർണിച്ചർ മേടിക്കാനായിട്ടുള്ള ക്യാഷ് ടു ബാങ്ക് സ്ഥാപനത്തിന് ചിലവായിട്ടുണ്ട്. അതിന്റെ ചെക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് നടത്താം. ഹെഡ് ഓഫീസ് ബ്രാഞ്ചിന് അയച്ചു കൊടുത്തിട്ടുണ്ട് ഫർണിച്ചർ വാങ്ങിക്കാനായിട്ടുള്ള. അതുകൊണ്ടാണ് ടു ബാങ്ക് വന്നത്. ഈ ടു ബാങ്ക് വന്നാൽ അതിന്റെ അർത്ഥം ഈ സൈഡിൽ ടു ബാങ്ക് വന്നാൽ ഹെഡ് ഓഫീസ് അതിനുള്ള ചെക്ക് ബ്രാഞ്ചിന്, അയ്യൂർ ബ്രാഞ്ചിന് അയച്ചു കൊടുത്തു എന്നാ. വീണ്ടും ടു ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഹെഡ് ഓഫീസ് ബ്രാഞ്ചിലേക്ക് സാധനങ്ങൾ അയച്ചു കൊടുക്കുക. കാരണം ഹെഡ് ഓഫീസ് അയച്ചു കൊടുക്കുന്ന സാധനങ്ങൾ മാത്രമേ ബ്രാഞ്ചിന് വിൽക്കാൻ പറ്റുള്ളൂ. ഹെഡ് ഓഫീസ് ബ്രാഞ്ചിലേക്ക് 1,40,000-ന്റെ ഗുഡ്സ് അയച്ചു കൊടുത്തു. ഇതൊക്കെ ചിലവല്ലേ? ചിലവുകളെല്ലാം എഴുതുന്ന വശമാണ് ഈ ഡെബിറ്റ് സൈഡ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ് ഓർമ്മിക്കാം. ഇനി അതുപോലെ തന്നെ വീണ്ടും ഒരു ചെക്ക് അയച്ചിട്ടുണ്ടല്ലോ ടു ബാങ്ക്. എന്താണ്? നേരത്തെ ഫർണിച്ചർ വാങ്ങിക്കാൻ വേണ്ടി 8,000 രൂപ ചെക്ക് അയച്ചു കൊടുത്തു. ഇപ്പോൾ വീണ്ടും ബ്രാഞ്ചിന്റെ ചെലവുകൾ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്
ഉള്ള ചെക്കാണ് അയച്ചു കൊടുത്തത്. ടു ബാങ്ക് എന്തൊക്കെയാണ് ചെലവുകൾ? ബ്രാഞ്ച് സാലറിക്ക് മീറ്റ് ചെയ്യാൻ 8000 രൂപ, ബ്രാഞ്ചിന്റെ റെന്റിന് വേണ്ടി 3500 രൂപ, ബ്രാഞ്ചിന്റെ ഇൻഷുറൻസിന് വേണ്ടി 500 രൂപ, ബ്രാഞ്ചിന്റെ പെറ്റി ക്യാഷിന് വേണ്ടി 1500 രൂപ, അങ്ങനെ മൊത്തം 13500 രൂപ. അപ്പൊ ഇത്രയും ഈ എക്സ്പെൻസിന്റെ തരംതിരിവുകൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അത് ഇന്നർ കോളത്തിൽ എഴുതി കൂട്ടി ഔട്ടർ കോളത്തിലേക്ക് എഴുതണം. 13500 എന്താണ്? ബ്രാഞ്ച് എക്സ്പെൻസിന് വേണ്ടിയിട്ടുള്ള ചെലവാണ്. ടു ബാങ്ക് എന്ന് എഴുതുക. വേണമെങ്കിൽ നമുക്ക് ഇവിടെ ബ്രാക്കറ്റിൽ എക്സ്പെൻസസ് എന്ന് എഴുതാം. ഓക്കെ, ഇപ്പൊ എക്സ്പെൻസ് മുഴുവൻ എഴുതി കഴിഞ്ഞു. ഇനി നമുക്ക് ഒന്നും എഴുതാനില്ല. നോക്കാം ഇതൊക്കെ ക്വസ്റ്റ്യനിൽ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം. ക്വസ്റ്റ്യനിൽ ഇതാ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. കണ്ടാ, ഗുഡ്സ് സെന്റ് ടു ബ്രാഞ്ച് അക്കൗണ്ട് 1,40,40,000. അത് നമ്മൾ എഴുതിയല്ലോ, ഡെബിറ്റ് സൈഡിൽ രണ്ടാമത്തെ ആയിട്ട് എഴുതി. ഫർണിച്ചർ അറ്റ് ബ്രാഞ്ച് അത് കഴിഞ്ഞു. ഇനി സെന്റ് ടു ബ്രാഞ്ച് ബൈ ചെക്ക് ആയിട്ട് പൈസ അയച്ചു കൊടുത്തു. എത്രയാണ്? സാലറിക്ക് 8000 അയച്ചു കൊടുത്തു, റെന്റിനും റേറ്റ്സിന് 3500 അയച്ചു കൊടുത്തു, ഇൻഷുറൻസിന് 500 അയച്ചു കൊടുത്തു, പെറ്റി ക്യാഷിന് എല്ലാം കൂടി കൂട്ടി 13,500. അപ്പൊ ഇത് ഇന്നർ കോളത്തിൽ കാണിക്കണം, ഇത് ഔട്ടർ കോളത്തിൽ കാണിക്കണം. ഇതൊക്കെ ക്വസ്റ്റ്യനിൽ ക്ലിയർ ആയിട്ടുണ്ട്. അപ്പൊ അതങ്ങോട്ട് എടുത്ത് എഴുതേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. ഇനി ഗുഡ്സ് സെന്റ് ബൈ ബ്രാഞ്ച് അക്കൗണ്ട്, ഇത് നേരത്തെ ഗുഡ്സ് സെന്റ് ടു ബ്രാഞ്ച് അക്കൗണ്ട് എന്നുള്ളതും ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലോ. എന്താണ്? ഇത് ഹെഡ് ഓഫീസ് ബ്രാഞ്ചിന് 1,40,40,000 രൂപയുടെ സാധനം വിൽക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് അയച്ചു കൊടുത്തത്. എന്നാൽ ബാക്കിയുള്ള സാധനം വിൽക്കാതെ ബാക്കി വന്ന സാധനം എന്ത് ചെയ്യും? ബ്രാഞ്ച് ഹെഡ് ഓഫീസിന് തിരിച്ചയക്കും. അതിന് ബൈ ബ്രാഞ്ച് ഗുഡ്സ് റിട്ടേൺഡ്, സെന്റ് എന്നല്ല, ഇത് റിട്ടേൺഡ് ആണ്. പക്ഷെ അപ്പൊ നമ്മൾ അതിനെ എങ്ങനെയാണ് ജേണൽ എഴുതുക? ബൈ ഗുഡ്സ് സെന്റ് ടു ബ്രാഞ്ച് അക്കൗണ്ട് എന്ന് ബൈ സൈഡിൽ എഴുതണം. ഓക്കെ, ഇപ്പൊ ഹെഡ് ഓഫീസ് ബ്രാഞ്ചിന് അങ്ങോട്ട് ഗുഡ്സ് അയച്ചു കൊടുക്കുമ്പോൾ 1,44,40,000 ഗുഡ്സിന്റെ കാര്യം നമ്മൾ എവിടെയാ കാണിക്കുക? ഇത് കണ്ടോ, ഇതാ കാണിക്കുക, ഗുഡ്സ് സെന്റ് ടു ബ്രാഞ്ച് അക്കൗണ്ട്. അതേസമയം ഹെഡ് ഓഫീസിലേക്ക് ഇവിടെ വിൽക്കാതെ ബാക്കി വന്നത് റിട്ടേൺ ചെയ്യുന്നതിന് എന്താ? ബൈ ഗുഡ്സ് സെന്റ് ടു ബ്രാഞ്ച് അക്കൗണ്ട്. ഇത് ടു സൈഡിൽ എഴുതണം. ഉണ്ടോ? അതുപോലെ തന്നെ ഇത് ബൈ സൈഡിൽ എഴുതണം. എത്രയാണ് റിട്ടേൺ വന്നേക്കണം? 3000. കണ്ടോ, ഗുഡ്സ് റിട്ടേൺഡ് ബൈ ബ്രാഞ്ച് 3000 എന്ന് ക്വസ്റ്റ്യനുണ്ട്. ഇനി എന്താണ് നമുക്ക് ചെയ്യേണ്ടത്? ക്യാഷ് സെയിൽ നടന്ന കാര്യം എഴുതണം. എത്ര വേണം? 1,70,75,000. ഇതാ ക്യാഷ് സെയിൽ ഇവിടെ എഴുതിയിട്ടുണ്ട്. 2014 1,70,75,000 ക്യാഷ് സെയിൽ നമ്മളത് ബൈ സൈഡിൽ എഴുതി വെച്ചു. കാരണം ഇത് വരുമാനമാണ്. അപ്പൊ വരുമാന സൈഡിൽ ഇത് എഴുതണം. അപ്പൊ ഈ റിട്ടേൺ അയച്ചത് നമ്മൾ വിറ്റിട്ടില്ല, അതുകൊണ്ട് അത് ചെലവായിട്ടില്ല. അത് ചെലവാകാത്തതിന് വരുമാന സൈഡിൽ തന്നെയാണ് കാണിക്കേണ്ടത്. ഇനി ക്ലോസിംഗ് ബാലൻസ് നമ്മൾ എഴുതി കഴിഞ്ഞല്ലോ, അതും ഉപയോഗിച്ച് തീരാതെ ബാക്കിയുള്ള ആസ്തികൾ ചെലവാകാത്ത ആസ്തികളാണ്. അത് വരുമാന സൈഡിൽ തന്നെയാണ് കാണിക്കേണ്ടത്. ഇങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വരുമാന സൈഡ് പൂർത്തിയായി കഴിഞ്ഞു. അപ്പോൾ വരുമാന സൈഡ് നമുക്ക് ടോട്ടൽ ചെയ്യണ്ടേ? നമുക്ക് തീർച്ചയായിട്ടും ടോട്ടൽ ചെയ്യണം. അയ്യൂർ ബ്രാഞ്ച് അക്കൗണ്ടിന്റെ അക്കൗണ്ട് ടോട്ടൽ ചെയ്യാം. നമുക്ക് എങ്ങനെയാണ് അക്കൗണ്ട് ടോട്ടൽ ചെയ്യാം? നമുക്ക് 2,07,300 എന്നാണ് ഇതിനെ കാണിക്കുന്നത്. 2,07,300 ഈ സൈഡാണ് ടോട്ടൽ ചെയ്യേണ്ടത്. കാരണം വരുമാനത്തിൽ നിന്ന് ഈ കാണുന്ന ചെലവുകളെല്ലാം നമ്മൾ കാൽക്കുലേറ്ററിൽ എടുത്ത് കൂട്ടിയതിന് ശേഷം വ്യത്യാസം കണ്ടുപിടിക്കുക. 2,07,300 ചെലവുണ്ട്, അതിൽ നിന്ന് ഇത്ര എക്സ്പെൻസ് കഴിച്ചു, ബാക്കിയുള്ള നമുക്ക് ലാഭമാണ്. വരുമാനം ചെലവ് എന്നുള്ള വ്യത്യാസമല്ലേ ലാഭം? അതെ. അപ്പൊ 28,500 രൂപ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ഉള്ളതാണ് ഓർക്കുക. ഇനി അപ്പൊ ബ്രാഞ്ച് അക്കൗണ്ട് പൂർത്തിയായി കഴിഞ്ഞു. ഇനി അടുത്ത വിജയകരമായി നമ്മൾ ഇത് ചെയ്ത സ്ഥിതിക്ക് ഇനി നമുക്ക് ഗുഡ്സ് സെന്റ് ടു ബ്രാഞ്ച് അക്കൗണ്ടും കൂടി ഉണ്ടാക്കണം. ബ്രാഞ്ച് അക്കൗണ്ട് മാത്രം ഉണ്ടാക്കിയാൽ പോരാ. ഇപ്പൊ നമ്മൾ ഉണ്ടാക്കിയ അക്കൗണ്ട് അയ്യൂർ ബ്രാഞ്ച് അക്കൗണ്ട് ആണ്. ഇനി നമുക്ക് ഗുഡ്സ് സെന്റ് ടു ബ്രാഞ്ച് അക്കൗണ്ട്. എങ്ങനെയാണ് ഗുഡ്സ് സെന്റ് ടു ബ്രാഞ്ച് അക്കൗണ്ട് വരയ്ക്കേണ്ടത്? ഏതാണ്ട് ഇതുപോലെ തന്നെയാണ് ഗുഡ്സ് സെന്റ് ടു ബ്രാഞ്ച് അക്കൗണ്ട് വരയ്ക്കേണ്ടത്. ഓക്കെ, ഗുഡ്സ് സെന്റ് ടു ബ്രാഞ്ച് അക്കൗണ്ടിന്റെ മോഡലാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. അതില് പർട്ടിക്കുലേഴ്സ് ഇതൊക്കെ ഉണ്ട്. ഇനി ഓർക്കേണ്ടത് ഗുഡ്സ് സെന്റ് ടു ബ്രാഞ്ച്, നേരത്തെ ബ്രാഞ്ച് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ വന്ന കാര്യങ്ങളൊക്കെ ഇവിടെ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് സൈഡിൽ വരും. അതുപോലെ തന്നെ ബ്രാഞ്ച് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ ഉണ്ടായിരുന്ന എമൗണ്ടുകളാണ് ഇവിടെ ഡെബിറ്റ് സൈഡിലും വരിക. ആ ഒരു കാര്യം എപ്പോഴും ഓർത്തിരിക്കണം. എന്താണ് ഗുഡ്സ് സെന്റ്? അപ്പൊ നേരത്തെ എൻട്രി എന്തായിരുന്നു ഓർക്കണേ? ബ്രാഞ്ച് അക്കൗണ്ട് ഡെബിറ്റ് ടു ഗുഡ്സ് സെന്റ് ടു ബ്രാഞ്ച് അക്കൗണ്ട് നമ്മൾ നേരത്തെ എഴുതി. അപ്പോൾ എന്താണ്? ബ്രാഞ്ച് അക്കൗണ്ട് ഡെബിറ്റ് ടു ഗുഡ്സ് സെന്റ് ബ്രാഞ്ച് അക്കൗണ്ട്. അപ്പൊ ഗുഡ്സ് സെന്റ് ബ്രാഞ്ച് അക്കൗണ്ട് തിരിഞ്ഞു വരും അല്ലെ? എങ്ങനെയാണ്? ഗുഡ്സ് സെന്റ് അല്ലെ, ബ്രാഞ്ച് അക്കൗണ്ട് ഡെബിറ്റ് ടു ഗുഡ്സ് സെന്റ് ബ്രാഞ്ച് അക്കൗണ്ട് എന്നുള്ളത് നമ്മൾ 1,40,40,000 എന്ന് എഴുതി. കണ്ടോ? കാരണം 1,40,40,000 അയച്ചു കൊടുത്തു, അത് ഡെബിറ്റ് സൈഡിലായിരുന്നു. ഇപ്പൊ എഴുതണം ഗുഡ്സ് സെന്റ് ബ്രാഞ്ച് അക്കൗണ്ടിൽ തിരിഞ്ഞു വരും. ബൈ ബ്രാഞ്ച് അക്കൗണ്ട് 1,40,40,000 എന്ന് എഴുതേണ്ടി വരും. ഓക്കെ, അതെന്റെ ഹെഡ് ഓഫീസിൽ നിന്ന് ബ്രാഞ്ചിലേക്ക് അയച്ചു കൊടുത്തത്. ഇപ്പൊ സൈഡ് മാറിയതുണ്ടോ? സൈഡ് മാറും. ബാക്കിയുള്ള വിൽക്കാതെ റിട്ടേൺ വന്ന സാധനത്തിന്റെ കാര്യമാണ്. അത് നമ്മൾ ബ്രാഞ്ച് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ എഴുതിയത് 3000 രൂപ ആണ് റിട്ടേൺ. പക്ഷെ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? അത് ഡെബിറ്റ് സൈഡ് എഴുതണം. ടു ബ്രാഞ്ച് അക്കൗണ്ട് എന്ന് എഴുതണം 3000. ഓക്കെ, ഇനി അതുപോലെ തന്നെ നമുക്ക് 1,37,000 നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് ഗുഡ്സ് സെന്റ് ബ്രാഞ്ച് അക്കൗണ്ടിന്റെ ബാലൻസ് എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യണം എന്നുള്ളതാണ് ചോദ്യം. ഈ 1,40,40,000 ടോട്ടൽ ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഡിഫറൻസ് ഉള്ള എമൗണ്ട് നമ്മൾ 1,30,000 ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് ചാർജ് ചെയ്യണം.
എന്നുള്ളതാണ് അതിന്റെ കണക്ക്.